ജോബ് ഇന്റർവ്യൂസിന് ചിലപ്പോൾ ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിച്ചേക്കാം. ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ടെൽ മീ അബൌട്ട് എ ടൈം വെൻ യു ഹാഡ് ടു ഫേസ് എ ചാലഞ്ച് ഇൻ യുവർ പ്രീവിയസ് പ്രോജക്ട് ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഈസിലി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു സിനിമ കാണുകയാണെന്ന് വെക്കുക. അതിൽ സെൻട്രൽ ക്യാരക്ടർ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ട്രബിളിൽ പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ചാലഞ്ചിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ ആക്ഷൻസ് എടുക്കുന്നു. അതിന്റെ ഫലമായിട്ട് അയാൾക്ക് ആ സിറ്റുവേഷനിൽ നിന്നും ആ ഒരു പെയിൻ ഏരിയയിൽ നിന്ന് ഒരു ട്രബിളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നു. ആൻഡ് സിനിമ ഒരു ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമാക്സ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നു. അതുവഴി പ്രേക്ഷകർക്ക് ആ സിനിമയുമായിട്ട് ഇമോഷണലി കണക്ട് ആകാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഹുക്ഡ് ആകാൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെ ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ആൻസേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അതിന് സ്റ്റാർ മെത്തേഡ് ഓർത്തു വെക്കുക. S സ്റ്റാൻഡ്സ് ഫോർ സിറ്റുവേഷൻ, T സ്റ്റാൻഡ്സ് ഫോർ ടാസ്ക്, A ഫോർ ആക്ഷൻ ആൻഡ് R ഫോർ റിസൾട്ട്. അതായത് നിങ്ങളുടെ പഴയ പ്രോജക്റ്റിൽ എന്ത് സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾ ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു കോണ്ടെക്സ്റ്റ്. അതുപോലെ തന്നെ T എന്ത് ടാസ്ക് ചെയ്തപ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്തത്. A ഫോർ ആക്ഷൻ, അതിനുവേണ്ടി എന്ത് ആക്ഷൻസ് ആണ് നിങ്ങൾ എടുത്തത്. ആൻഡ് R ഫോർ റിസൾട്ട്, അതിന്റെ റിസൾട്ട് എന്തായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 15 to 20% ഒരു കോസ്റ്റ് സേവിങ് ചിലപ്പോൾ ആ പ്രോജക്റ്റിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാകും.